ഡിസ്ക്ലോഷറുടെ ദ ലെജൻഡ് സ്പീൽബർഗ് ഡയറക്റ്റ് ചെയ്ത പടമാണ്. പിന്നെ സൈഫൈ ഏലിയൻ അഡ്വഞ്ചർ ത്രില്ലർ ആണ് പടം. ഈ പടം നമ്മുടെ കേരളം ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു കഥയല്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ ഇത് വർക്കൗട്ട് ആവാമെന്ന് എനിക്കറിയില്ല. കാരണം ഏലിയൻ നമ്മുടെ സംസ്കാരത്തിനൊക്കെ ചിലപ്പോൾ കോട്ടം തട്ടാവാൻ പോണ ഒരു സിനിമയാവാം. ദൈവവിശ്വാസികൾക്കൊന്നും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയല്ല. ഏലിയൻ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലിയനെ മാത്രം കാണിച്ചിട്ടുള്ള ഒരു പടമല്ല പറയണത്. മനുഷ്യന്മാരുടെ ഇമോഷൻ ഈ പടത്തിൽ കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഇമോഷനാണ് ഈ പടത്തിൽ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഏലിയൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏരിയ ഉണ്ടെന്ന് പറയാനാണെങ്കിൽ എങ്ങനെ നടക്കാൻ പോവാന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ് ഈ സിനിമ. ഈ സിനിമയിൽ നടക്കണ പോലെയാണ് ഏലിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുക ഗൈസ്. അപ്പോ ഈ പടം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോ 50% വിശ്വസിക്കാം, 50% വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഈ അമേരിക്ക കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പൊ പുറത്ത് വിട്ടിട്ടുണ്ട് ഏലിയനെ കുറച്ച് കാര്യങ്ങൾ. അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്, അത് വിശ്വസിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. കുറെ ആണോ എന്നെ ഡിറ്റക്ട് ചെയ്തിട്ട് ഇല്ലാത്ത കുറെ കാര്യങ്ങള് വീഡിയോ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും കേരളത്തിൽ ചർച്ച ചെയ്തിട്ടില്ല. പിന്നെ UFOന്റെ ഒരു ബുക്ക് ഉണ്ട്, ബ്ലൂ ബുക്ക് എന്ന് അങ്ങനെ എന്താണ് പറയാ, അതിലത്തെ കുറെ ഇൻസിഡൻസ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പടത്തിന്റെ മേക്കിംഗ് സൈഡ് പറയുകയാണെങ്കിൽ ഒന്നും പറയാല്ലേ മോനെ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവല്. സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയാ. കാരണം പഴക്കം കൂടുന്തോറും വീര്യം കൂടുന്ന പറയില്ലേ, അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഒക്കെ വയസ്സായിട്ടുള്ള ആൾക്കാർ നമുക്ക് ഗഡികളാ, നമുക്ക് ചെയ്യാൻ പറ്റൂട്ടാ എന്നുള്ളത്, നമ്മളെ അലക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് എമിലി. എന്റെ മോനെ എന്തുട്ട അഭിനയം, അയ്യോ. ഇതില് സിംഗിൾ ഷോട്ടുകളുണ്ട് പടത്തില്. അതൊക്കെ എന്ത് രീതിയിൽ പെർഫോം ചെയ്തേക്കണം. അത് കഴിഞ്ഞ് ട്രെയിനിന്റെ ഉള്ളിലുള്ള ഒരു സീനുണ്ട്. അത് കഴിഞ്ഞ് അവളുടെ കുട്ടിക്കാലത്ത് അവളുടെ വീട് കാണാൻ പോകുമ്പോഴുള്ള പെർഫോം ഉണ്ട്, വേറെ ആൾക്കും പറ്റില്ല. പിന്നെ ഏലിയന്റെ ഒരു സൗണ്ട് ഉണ്ടാക്കണ ഒരു പരിപാടി ഉണ്ട്, അതൊക്കെ റിയലായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞോട്ടെ തൊഴണം മോനെ, ഓസ്കാർ കൊടുക്കണം. അത് അവളെ കവച്ച് വെക്കാൻ ഇതേപോലെ പെർഫോം ചെയ്യാൻ വേറെ ഈ വേൾഡില് വേറെ ഒരു പെണ്ണിനും പറ്റില്ല എന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. അമ്മമാരി അഭിനയിച്ചിരിക്കണത് എന്ന് വെച്ചാ അവൾക്ക് സ്പേസ് കൊടുത്തക്ക, നീ എന്തോണെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് അമ്മമാരി രീതിയില്. ഞാനൊക്കെ ഉണ്ടല്ലോ, ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് അയ്യോ എനിക്ക് എന്താ പറയണ്ടെന്ന്, ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റൂ. അതാ ഞാന് അഭിനയ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ ഇപ്പൊ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല. അപ്പൊ എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ ഗുല്ലുവെറിന അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ടായിരുന്നു. അതിന്റെ സിനിമയുണ്ട്, അതിലുണ്ട് ഈ പെൺകുട്ടി ഇല്ല ഈ നടി. പിന്നെ അതേപോലെ തന്നെ ഫോൾ ഗൈയുടെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുണ്ട് സിംഗിൾ ഷോട്ട്, അഭിനയം മുട്ടണ്ട. അതില് ഞാൻ നോട്ട് ചെയ്തുള്ളതാ. പിന്നെ അതാ ജംഗിൾ ക്രൂയിസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോക്കിന്റെ പടത്തിലുണ്ട്. ഇതൊക്കെ പറഞ്ഞാലേ നമുക്ക് വേഗം മനസ്സിലാവുള്ളൂ. അപ്പൊ അതിലുള്ള നടിയാണ്, ഒന്നും പറയല മനോവേരം പീക്ക. പിന്നെ ഇതിപ്പോ നിങ്ങൾ 360 സിനിമയിലാണ് കാണാൻ, കാരണം ഇതിപ്പോ വലിയ കുഴപ്പമില്ലാണ്ട് റീച്ച് ആവുന്നുണ്ട്. അപ്പൊ ഇനി മുതൽ ഇതിൽ ഞാൻ റിവ്യൂ ചെയ്യണമായിരിക്കും. ഇപ്പൊ കണ്ടില്ലേ, റിവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കാറിന്റെ ഉള്ളിലാണ്. അപ്പൊ കാറിന്റെ ഉള്ളിൽ ഞാനിപ്പോ തൃശ്ശൂർ ഇരുന്നിട്ടാണ് റിവ്യൂ ചെയ്യുന്നത്. ഇതേപോലെ ഓരോ കാരണങ്ങളാണ് എനിക്ക് സിനിമയുടെ റിവ്യൂ ചെയ്യാനായിട്ടുള്ള പ്രശ്നങ്ങള്. ഞാന് ഇപ്പോ എന്താ പറയാ, ഇപ്പൊ ഇറങ്ങിയ എല്ലാ പടങ്ങളും കണ്ടു ഞാൻ റിവ്യൂ ചെയ്തിട്ടില്ല. എനിക്കത് പറ്റണില്ല, സ്റ്റുഡിയോ ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. പിന്നെ കുറെ പേര് എന്നെ അറിയണവരും അറിയാത്തവരൊക്കെ കുറെ പേര് എന്റെ റിവ്യൂ കാണുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അപ്പൊ അത് വല്ലാത്ത സന്തോഷം. അപ്പൊ അത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആവുന്നുള്ള അറിയണേന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വീഡിയോ ചെയ്യാനുള്ള കുറച്ചും കൂടി അത്തോര കൂടി. പിന്നെ എൻ്റെ ഫ്രണ്ട് തന്നെ എന്നോട് പറഞ്ഞു, നീ ഭയങ്കര ജെനുവിനായിട്ട് ചെയ്യണത്, അപ്പോൾ അതിലൊരു സത്യമുണ്ട്, അത് കണ്ടിരിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ സിനിമ ശരിക്കും കാണണം, മസ്റ്റ് വാച്ചാണ്. പക്ഷെ ഞാൻ പറയില്ല കാണാൻ മസ്റ്റ് വാച്ച് ആണെങ്കിലും പോയി നിർബന്ധിക്കുന്നില്ല. കാരണം ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ് ഈ സിനിമ ആക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ കേരളത്തിലെ ചിന്താഗതിയിൽ ഈ സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. ഈ 70 വയസ്സായ ആൾക്കുള്ള ബുദ്ധി പോലും, ആളുടെ ചിന്താഗതി പോലും ഇവിടെയുള്ള എന്റെ പ്രായമുള്ള ആൾക്കാർക്ക് പോലും ഇല്ല. മനസ്സിലായ, നമ്മൾ എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞാൽ അവന് മെന്റലാ, അല്ലെങ്കിൽ ഇവിടെയുള്ളവരുടെ
ഇവിടുത്തെ കൾച്ചറാണത്. അത് കാരണം ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മുടെ ടേസ്റ്റ് സൈഫൈ ഇഷ്ടമുള്ള ആൾക്കാർ നിങ്ങളിപ്പോ ധൈര്യമായിട്ട് കണ്ടോ, പ്രൊജക്ട് ഹെയിൽ മേരി പോലെ ഇമോഷൻ അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ഇമോഷൻ വർക്കൗട്ട് ഉണ്ട്. അത് വേറെ ലെവലിൽ പെടാ. അതിന്റെ ഇടയിലേക്ക് അത് വേറൊരു ടൈപ്പിൽ കൊണ്ടുപോകുന്ന സാധനമാണ്, ഇതും വേറൊരു ടൈപ്പിൽ കൊണ്ടുപോകുന്നതാ. പക്ഷെ അതിന്റെ ഇമോഷന്റെ ടച്ച് ഒന്നും ഇതിലേക്ക് വന്നിട്ടില്ല. ഇതിൽ ഇമോഷൻ ഉണ്ട്, ക്ലൈമാക്സ് കുറച്ചും കൂടി ആക്കായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. കുറച്ച് കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, പറയാതെ പറഞ്ഞു പോകുന്നുണ്ട്. ഇത് മൊത്തം സത്യമാണെന്ന് പറയാനും പറ്റില്ല, മൊത്തം കള്ളാണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെപ്പറ്റി അറിയണവർക്കും ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുള്ളത്, ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇതിലേതൊക്കെയാണ് സത്യം ഇതിലേതൊക്കെ കള്ളെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയണില്ല, എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായി. എനിക്ക് കുറെ കാര്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ഇന്ന് കിട്ടി. അത് കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അപ്പൊ ഇത്രയൊക്കെയാണ് പറയുള്ളത്. മറ്റൊരു വീഡിയോ വരുന്നവരിക്കും എല്ലാവർക്കും ബൈ.